ബാക്കിയൊക്കെ ഏകദേശം എല്ലാം കൊണ്ടുപോയി. വീട്ടിടുന്നത് കുളിയും വരെ അവിടെ. അപ്പൊ ഒരു കൊച്ചെന്തായാലും കള്ളം പറയൂലല്ലോ. ഉമ്മയും ഉപ്പയും വിശ്വസിച്ചു, എന്റെ ഉമ്മയും വാപ്പയും. അപ്പൊ ഇതാണ് സത്യാവസ്ഥ. അതില് ഷാൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഇനിയിപ്പൊ ഷാൻ അടിച്ചോ പിടിച്ചോ കഴുത്തിന് പിടിച്ചോ, ഇതൊക്കെ ഇവള് കള്ളം പറഞ്ഞതാണ്. എന്റെ വല്ലാഹി സത്യം, എന്റെ പൊന്നു, എന്റെ വയറ്റിൽ കിടക്കണ കുഞ്ഞാണ് സത്യം. കാരണം എന്റെ വയറ്റിലാണ് ഇവരെല്ലാം കുരുത്തത്. എന്റെ മോള് കള്ളം പറഞ്ഞതാണ്. ഞാൻ ഒരു ഉമ്മ എന്ന നിലയ്ക്ക് ഞാൻ അവളെ പഠിപ്പിച്ചത് കള്ളം പറയരുത് എന്നാണ്. മസൂറ ഫാത്തിമ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നെജിലയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. മകളോട് അത്ര സ്നേഹമുള്ളതുകൊണ്ടാണ് മകളുടെ പേര് തന്നെ യൂട്യൂബ് ചാനൽ നെജില ഇട്ടിരുന്നത്. നെജില ഒരു കല്യാണം കഴിച്ച് 4 കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ 4ാമത്തെ ഭർത്താവ് ഷാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കണത്. സ്വന്തമാണെന്നും അത്രത്തോളം സ്നേഹിച്ച ഒരു മകള് പോലും തന്നിൽ നിന്നും അകന്നു പോയത് എന്തുകൊണ്ടാണെന്നുള്ള ഇപ്പോഴും ഈ പറഞ്ഞ നെജിലക്ക് മനസ്സിലാകുന്നില്ല. നെജില പറയുന്നത് വെച്ചാൽ ഫോണും ടിവിയും കാണാൻ വേണ്ടി മകൾ അത്രത്തോളം വലിയ കള്ളങ്ങൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇതേ നെജില തന്നെ പറയുന്നു, ഈ പറയുന്ന ഇത്രയും പ്രായത്തിൽ ഈ കുട്ടിക്ക് എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയാൻ പറ്റുന്നതെന്നാണ്. 10-12 വയസ്സുള്ള ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഇത്രയും കള്ളം പറയുന്നത്? അതും വെറുതെ ടിവിയും മൊബൈൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം അത്രത്തോളം വലിയ കള്ളങ്ങൾ പറയുമോ എന്ന് ചിന്തിക്കാനുള്ള ശേഷി നെജിലക്കില്ലേ എന്നൊരു ചോദ്യം എനിക്കുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാവുന്നതാണ്, ഇപ്പൊ കുട്ടികളെ എങ്ങനെ വന്നാലും മാതാവ് ജീവിച്ചിരിക്കലെ മാതാവിൻ്റെ നിന്നും മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കില്ല. അച്ഛനും അമ്മയും ഉണ്ട്, അല്ലെങ്കിൽ വാപ്പയും ഉമ്മയുണ്ട്. എന്നിട്ട് പോലും ആ കുട്ടിയെ ഈ പറയുന്ന നിയമവ്യവസ്ഥ, അല്ലെങ്കിൽ ഈ ചൈൽഡ് ലൈനിന്നാവട്ടെ, അല്ലെങ്കിൽ ഈ കോടതിന്നാവട്ടെ, പോലീസുകാരാവട്ടെ, ആ കുട്ടിയുടെ വെല്ലുമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട്? ആ കുട്ടിയുടെ സുരക്ഷിതത്തെ ഓർത്തുകൊണ്ട്. അതിനർത്ഥം എന്താണ്? ഈ പറയുന്ന ഉമ്മാടെ അടുത്തോ വാപ്പാടെ അടുത്തോ കുട്ടി സുരക്ഷിതയായില്ല എന്ന് ഈ പറയുന്ന നിയമത്തിന് മനസ്സിലായതുകൊണ്ടല്ലേ. നെജില ഇപ്പൊ പറയേണ്ടത്, ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് മകള് എന്തൊക്കെ രീതിയിലുള്ള ആരോപണങ്ങളാണ് പറഞ്ഞേക്കണത്. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞതെന്ന്. TV കാണാൻ സമ്മതിക്കുന്നില്ല, മൊബൈൽ കാണാൻ സമ്മതിക്കുന്നില്ല, ഉമ്മ പഠിക്കി എന്ന് പറഞ്ഞ് ഉപദ്രവിക്കുന്നു. അതിന് മുമ്പത്തെ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോ നെജില തന്നെ പറഞ്ഞിട്ട് കുട്ടിയെ ഉപദ്രവിച്ചു, ഈ പറയുന്ന തൊട്ടിലിന്റെ വള്ളി കൊണ്ട് കഴുത്തിൽ കുരുക്കിയെന്ന്, തല്ലി എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞത്. അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഈ പറഞ്ഞ നെജില പരാതി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷാൻ എന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ 4ാമത്തെ ഭർത്താവ് ലൈംഗിക ചുവയോടുകൂടിയുള്ള പെരുമാറ്റം കൂടി ഈ പറയുന്ന 10-12 വയസ്സുള്ള ആ മകൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. മകളെ ഒളിഞ്ഞു നോക്കുന്നു. മകൾക്ക് ഒരു പ്രൈവസി അവിടെ നഷ്ടപ്പെട്ടു തുടങ്ങിയതാണ് ആ മകൾ പരാതിയായിട്ട് കൂടുതലും പറഞ്ഞിട്ടുള്ളത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ഉമ്മയുടെയോ ഇപ്പോൾ ഉള്ള ഭർത്താവിന്റെ അരികിൽ ആ കുട്ടി സുരക്ഷിതയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടിയെ ആ വെല്ലുമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. നെജില പറയുന്നതിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാം. പക്ഷേ നെജില ഈ പറയുന്ന ഷാനെ ന്യായീകരിക്കാനോ വെളുപ്പിക്കാനോ വേണ്ടി സ്വന്തം മകളെ കള്ളി ആക്കുക പോലും ചെയ്യുന്നുണ്ട്. ഇത് സമൂഹത്തിൽ ആൾക്കാർ കാണുന്നുണ്ട്. ആ കുട്ടി പഠിക്കുന്ന സ്കൂളുകളിലെ മാതാപിതാക്കൾ കാണുന്നുണ്ട്. ആ കുട്ടി പഠിക്കുന്ന ക്ലാസ്സിലെ കുട്ടികൾ കാണുന്നുണ്ടാവും. സ്വന്തം കൂടെ ഇരിക്കുന്ന സുഹൃത്ത്, ആ സുഹൃത്ത് കള്ളിയാണെന്ന് സ്വന്തം ഉമ്മ തന്നെ പറയുന്നു. ആ സുഹൃത്ത് കള്ളങ്ങൾ പറയുന്നു എന്ന് സ്വന്തം ഉമ്മ തന്നെ പറയുന്നു. അത് ഈ പറയുന്ന സമൂഹത്തിലേക്ക് ആ കുട്ടിയെ അപമാനിക്കുന്ന രീതിയിൽ സ്വന്തം ഉമ്മ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, നെജിലെ നിനക്ക് നാണമില്ലേ എന്നൊരു ചോദ്യം എനിക്കുണ്ട്. എന്തായാലും നെജില ചെയ്തിരിക്കുന്ന വീഡിയോയിലെ കുറച്ച് ക്ലിപ്പുകൾ കാണാം. ചിലപ്പോൾ വീഡിയോ ലോങ് ആയി പോകും, കാരണം ഞാൻ കുറേ ക്ലിപ്പുകൾ കട്ട് ചെയ്ത് വെക്കണം. ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് വെക്കാത്ത ഒരു വ്യക്തിയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ ഇതിൽ എനിക്ക് ബീൻ ഫാമിലിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പ് നെജില ചെയ്തേക്കുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ടോക്കാം. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ 3 മക്കളെയും വളർത്തിയത് ഉമ്മേ ഉപ്പേ എന്ന നിലയ്ക്കാണ് ഞാൻ വളർത്തിയത്. ഇപ്പൊ ഞാൻ ഒരു കാര്യം തിരുത്തി പറയുന്നുണ്ട്. ഒരു പെണ്ണങ്ങനെ ബന്ധം തീർന്നു നിന്നാൽ, പെൺകുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ ഒന്നീ ആ കുഞ്ഞിനെ യത്തീങ്ങാനയിലോ ബോർഡിങ്ങിലോ അങ്ങനെയുള്ള സുരക്ഷിതമായ സ്ഥലത്ത് ആക്കുക. കാരണം എന്ന് വെച്ചാൽ ആൺപിള്ളേര് എത്ര ആയാലും നമ്മളെ കൂടെ സ്നേഹമുള്ളവന്മാരാണ്. അടിയൂടെ ഉള്ളൂ. പെൺകുഞ്ഞ് അങ്ങനെയല്ല, അമ്മിങ്ങിയിരിക്കുന്ന ടൈപ്പാണ്. കാരണം ഈ വായിട്ടലയ്ക്കുന്ന ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. മിണ്ടാപ്പൂച്ചയാണെങ്കിൽ കല ഉടയ്ക്കും. എല്ലാ അച്ചടക്കത്തിലും അദബിലും കാര്യത്തിലുമാണ് എനിക്കൊരു മകളുണ്ടായിരുന്നത്. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വളർത്തിയത്. എനിക്കിനിയിപ്പോൾ ഇതിൽ കേസ് വന്നാലും പ്രശ്നമില്ല. കാരണം എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം. കാരണം ഞാൻ ഈ ആലോചന വന്നപ്പോഴും അവളുടെ അടുത്താണ് ഞാൻ ആദ്യം, പേര് വന്നുപോയി ക്ഷമിക്കണം, അവളുടെ അടുത്താണ് ഞാൻ ആദ്യം ഈ കാര്യം പറയണത്. സമ്മതത്തോടുകൂടി കല്ലമ്പലത്ത് മൈലാഞ്ചേരി പോയി സംസാരിച്ചു. ഹോട്ടലാണ് സംസാരിച്ചു, എടുത്തു, ചായ കുടിച്ചു. മുത്തുണ്ട്, മിച്ചുണ്ട്, ഞാനുണ്ട്, അവളുണ്ട്. 1 വർഷക്കാലത്തോളം അവളെ മോളേന്ന് വിളിച്ചു. അവക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും പൈസ. ഇവിടെ നെജില പറയുന്നത് വെച്ചാൽ പെൺകുട്ടികളുണ്ടെങ്കിൽ ആ മാതാപിതാക്കളൊന്നും കല്യാണം കഴിക്കരുത്. അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ആ എന്ന് വെച്ചാൽ
വാപ്പ ഇല്ലാതെ ഒരു പെൺകുട്ടി ഉണ്ട്, ആ പെൺകുട്ടിയെ വളർത്തുന്ന ഉമ്മമാരുടെ ശ്രദ്ധയ്ക്ക് എന്നും പറഞ്ഞിട്ട് ഇവിടെ നെജില പറഞ്ഞു വെക്കാന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയാണ് നിങ്ങൾക്ക് മകളായിട്ടുള്ളെങ്കിൽ അതിനെ വല്ല അനാഥാലയത്തിലൊക്കെ കൊണ്ട് ആക്കണം, അല്ലാതെ കൂടെ നിർത്തരുത്, വിശ്വസിക്കാൻ പാടില്ല എന്ന് ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. അതേ നെജില തന്നെ പറയുന്നുണ്ട്, ഈ പറയുന്ന ഷാന്റെ ആലോചന വന്ന സമയത്ത് നെജിലയുടെ കൂടെ ഈ മഷൂറയും ഈ മഷൂറയ്ക്ക് ഈ പറയുന്ന ഷാൻ ഇഷ്ടപ്പെട്ടു, മഷൂറയോട് സമ്മതത്തോടുകൂടിയാണ് ഷാനെ സ്വീകരിച്ചതെന്നാണ്. എന്നിട്ട് ഈ പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ, എന്നിട്ടും ഈ ഷാനെതിരെ ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനിൽ നിന്ന് മോശമായ ഒരു അനുഭവം ആ പെൺകുട്ടിക്ക് ഉണ്ടായതുകൊണ്ടല്ലേ ഈ ഷാനെ ന്യായീകരിക്കാൻ പറ്റുമോ? ലൈവിലൊക്കെ അവൻ സ്ത്രീകളെ ഏത് രീതിയിലാണ് അപമാനിക്കുന്നതെന്ന് അവന്റെ ലൈവ് കണ്ടാൽ മതി. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളെ വെറും ശരീരം മാത്രമായി കാണുന്ന ഒരുത്തനാണ് അവൻ. എന്തൊക്കെയാണ് അവന്റെ ലൈവിൽ പറഞ്ഞത്? നെജിലയായിട്ടൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് ലൈവിൽ അവൻ വന്ന് പറഞ്ഞേക്കണ സ്ത്രീകളെ വളരെ മോശമായിട്ടാണ്. അതേപോലെ തന്നെ നെജില തന്നെ വോയിസ് വിട്ടതിൽ അവൻ ഈ പറഞ്ഞ നെജിലയായിട്ട് ഉടക്കിയ സമയത്ത് ഏതോ ഒരു പെണ്ണിനായിട്ട് അവനക്കൊരു ബന്ധമുണ്ടെന്നും ആ പെണ്ണിനോട് പോലും ഇതേ രീതിയിൽ എന്ന് വെച്ചാൽ അതിനെപ്പോലും ഒരു ശരീരം മാത്രമായിട്ട് തൻ്റെ സുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ശരീരം മാത്രമായിട്ടാണ് അവൻ സംസാരിക്കുന്നത്. അതൊക്കെ കേട്ടിട്ടും മനസ്സിലായിട്ടുള്ള നെജിലെ സ്വന്തം മകള് പറയുമ്പോൾ അതിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? എങ്ങനെ വിശ്വസിക്കുമല്ലേ? അവന് ആവശ്യമുണ്ട്, അവനെ കൂടെ നിർത്തണം. പറ കേൾക്കട്ടെ. മക്കളെ കൂടെ സ്നേഹത്തിലും കാര്യത്തിലും തന്നെ നിൽക്കുമ്പോഴും മക്കളത് മുതലെടുക്കും. അവരെ മനസ്സ് കാണാൻ നമ്മൾ മറന്നുപോകും. അവര് എന്താണ് മനസ്സിൽ, പണ്ടത്തെ മക്കളല്ല, അവര് മൊബൈലും ടിവിയും കൊടുത്താൽ അവർ അതിന് അഡിക്റ്റ് ആവും. ഫുൾ സ്വാതന്ത്ര്യം. മക്കൾ എന്താണ്, നമ്മുടെ മക്കളെ ഒരിക്കലും കള്ളം പറയൂലെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ പല ചെറിയ ചെറിയ കള്ളങ്ങൾ പലതവണയും പറഞ്ഞപ്പോഴും ഇവിടെ ക്ലാസ്മേറ്റുകൾ 2-3 കുട്ടികൾ വിളിക്കും. അപ്പോഴും ഞാൻ ഇവള് കള്ളം പറയൂല ഞാൻ അവരുടെ അടുത്ത് തിരുത്തും. അപ്പോഴും ഇവള് എന്റെ അടുത്ത് കള്ളോണ് പറയുന്നത്. അപ്പൊ അവള് പറയും, എടി നീ അടിക്കുമെന്ന് പറഞ്ഞിട്ടായിരിക്കും അവള് കള്ളം പറയണത് എന്ന്. 2 രക്ഷാകർത്താക്കളോട്ട് ഞാൻ നല്ല ബോണ്ടിങ് ഉണ്ട്. ആ 2 രക്ഷാകർത്താക്കളും പല കാര്യങ്ങളും കള്ളം പറഞ്ഞു. അപ്പോഴും ഞാൻ 2 കാര്യമാണ് പറയാം, നന്നായി പഠിക്കുക, കള്ളം പറയരുത്, ഈ കാര്യമാണ് പറഞ്ഞത്. അപ്പോഴ് ഇവള് പറഞ്ഞത്, കൊടുത്തിരിക്കുന്ന മൊഴി ഞാൻ അറിയാൻ ഇന്നാണ് ഞാൻ പലരെയും വീഡിയോ കണ്ടു തുടങ്ങിയത്. ഫേസ്ബുക്കിലൊക്കെ വിശാൽ എന്തൊക്കെയോ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്. ഈ കുട്ടി പറഞ്ഞ മൊഴി അവരെങ്ങനെ അറിഞ്ഞു? വലിയ ചാനലുകാർ എങ്ങനെ അറിഞ്ഞു? എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഇപ്പൊ ഈ നെജില പറഞ്ഞിട്ടില്ലേ, മകള് മുമ്പ് ഓരോ കാര്യങ്ങൾ വന്നു പറയുമ്പോൾ മകൾക്കെതിരെ മറ്റുള്ളവർ പറയുമ്പോൾ മകൾ കള്ളം പറയില്ല എന്ന് പറഞ്ഞാൽ അതേ ഉമ്മൻ എന്ന് പറയുന്ന മകൾ കള്ളം മാത്രം പറയുള്ളൂ എന്നാണ്. കാരണം എന്താണ്, ഭർത്താവ് ചെയ്തേക്കണ കാര്യങ്ങൾ മകൾ അവിടെ പോയിട്ട് പരാതിയായിട്ട് കൊടുത്തു. ഇപ്പോഴാണ് അതിൽ എന്തൊക്കെല്ലാം പരാതി എഴുതിയെന്ന് നെജില അറിഞ്ഞെന്നാണ് പറയുന്നത്. നെജില കള്ളം പറയാം, നിന്നെ കണ്ടിട്ടല്ലേ നിന്നെ മകൾ പഠിക്കുള്ളൂ. നിനക്കെതിരെ ഒരു പരാതി വന്ന് നീ പറഞ്ഞ ചൈൽഡ് ലൈനിൽ അവിടെ ഇവിടെ ഒക്കെ പോകുമ്പോൾ ആ കുട്ടി എന്താണ് പരാതി പെട്ടേക്കണം എന്നുള്ളത് നിനക്ക് അവിടെ വെച്ച് മനസ്സിലാവൂലേ? ആ കുട്ടി പറഞ്ഞേക്കണ പരാതികളും അതൊക്കെ വായിക്കാനുള്ള അവസരം വരൂലേ? ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നെയല്ലേ ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങൾ കയറി ഇറങ്ങി നടക്കുള്ളൂ. അപ്പൊ കള്ളം പറയി, അത് ഈ പറഞ്ഞ തന്നെ മര്യാദക്ക് പറ. ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ന്യായീകരിക്കാൻ നിൽക്കല്ലേ. പിന്നെ ടിവിയും ഇതും കാണാൻ വേണ്ടിയാണ് ആ പെൺകുട്ടി കള്ളം പറഞ്ഞെന്നാണ് പറയുന്നത്. അപ്പോഴും സ്വന്തം കൂടെ നിൽക്കുന്നവൻ അവനിൽ നിന്നിട്ട് ആ മകൾക്ക് അത്രയും മോശം അനുഭവം ഉണ്ടായെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, വിശ്വസിക്കുന്നില്ല. സ്വന്തം മകളിലുള്ള വിശ്വാസം പോയി. എന്തുകൊണ്ട്? 4ാമത്തെ ഒരു ഭർത്താവ് വന്നപ്പോ മകൾക്ക് വേണ്ടിയാണ് കല്യാണം കഴിക്കണം, മക്കൾക്ക് വേണ്ടിയാണ് കല്യാണം കഴിച്ചതെന്നൊക്കെ പറഞ്ഞ നെജിലിനോട് ഒന്നേ ചോദിക്കാനുള്ളൂ. നീ മക്കൾക്ക് വേണ്ടി കല്യാണം കഴിച്ചിട്ട് ആ കല്യാണം കഴിച്ച് അവനിൽ നിന്നിട്ട് ആ മകൾക്ക് അത്ര മോശം അനുഭവം ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ ആ മകളെ തള്ളിക്കളയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇപ്പൊ ആ പെൺകുട്ടിയാണ് കള്ളി. കേക്കട്ടെ. എപ്പോഴും പടി എന്ന് പറയുന്നതാണ് അവളെ തെറ്റ്. പഠിക്ക്. പക്ഷെ അത് മാത്രമേ ഉള്ളൂ അല്ലാത്ത സത്യാവസ്ഥ. കാരണം ഇവക്ക് പഠിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ 2 മാസം ഉമ്മാരുടെ ഉപ്പാരുടെ നിന്ന് അവളങ്ങ് ടിവി മൊബൈലിനും അഡിക്റ്റ് ആയി. അവിടെ അമ്മ ചോദിക്കാനും പറയാനും ആരുമില്ല. ഉമ്മാക്ക് അധികം യൂട്യൂബും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. നമ്മളെ വീഡിയോ എടുത്ത് കാണും, ജസ്റ്റ് അവരങ്ങ് സ്കിപ്പ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുക, അവർ കളയും. ഈ കുട്ടി എന്താണ് കാണുന്നത്, എങ്ങനെയാണ് കാണുന്നത് എന്ന് ഇവർക്കറിയില്ല. എപ്പോഴും മിച്ചുമോൻ വന്ന് പറയും, മൊബൈൽ യൂസ് ആണ് ഉമ്മ, മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, മസൂറ എപ്പോഴും ചായമന ഫോണിലാണ് എന്ന് പറയും. അപ്പോഴും ഞാൻ മസൂറത്ത് വിലക്ക്, മസൂറ നീ മൊബൈൽ എപ്പോഴും ഉപയോഗിക്കുന്ന എന്തിനാ, എങ്ങനെയാ ചോദിക്കുന്നത്. അപ്പൊ പറയും, ഞാൻ അങ്ങനെയൊന്നും ഉപയോഗിക്കില്ല. എന്നിട്ട് ഞാൻ ഇക്കാര്യം കൂടെ ഇവളൂടെ സംസാരിച്ച്, അങ്ങനെയെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, സ്കൂളിൽ പഠിച്ചിട്ട് രാത്രി അവിടെ കേടാ. പക്ഷെ ഇവള് ഒപ്പിച്ച കള്ളം ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ തലയിൽ ഉദിച്ച കള്ളമല്ല. കള്ളോണ്. കാരണം ഞാൻ കിച്ചണിൽ പോയിട്ടുമില്ല, ഞാൻ അവിടെ നിന്ന് വേവിച്ചിട്ടുമില്ല. കാരണം 4:30 മണി സമയം. അന്ന് അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. വാപ്പ അവിടെ കിടന്ന് ഭയങ്കര ബഹളം വെക്കുന്നു. ഇതിപ്പോ ഇതാ സമൂഹം അറിയട്ടെ, ഭയങ്കര ബഹളം വെക്കുന്നു. അങ്ങനെ ഞാൻ മസ്റൂമോളൊപ്പം സംസാരിച്ചിട്ട് ഇക്ക കുളിച്ചിറങ്ങിയല്ലേ, അല്ല കുളിക്കുന്നതിന് മുമ്പ് സംസാരിച്ച് അവിടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് മസ്റൂമ, ഞാൻ മുഷ്താഖ് മോനെ കൊണ്ടാണ് വിളിപ്പിക്കുന്ന. അപ്പൊ ചായ കുടിച്ചു കഴിഞ്ഞ്
അപ്പൊ പറഞ്ഞ് മക്കളെ ചായ എടുക്കട്ടാന്ന് വെച്ചപ്പോ അപ്പുറത്തുനിന്ന് കുടിച്ചു ഉമ്മച്ചി എന്ന് പറഞ്ഞു. മുഷ്താഖും മിഫ്സലും ഷാഹിദാമാരത്തുനിന്ന് കുടിച്ച്. എന്നാലും ഞാൻ അവന്മാർക്ക് ഒരേ ഗ്ലാസ് ചായ അവിടെ വെച്ചേക്കും അവന്മാർ ചോദിക്കണമെങ്കില്ല രാത്രി. അപ്പൊ ഇവരെ മുഷ്താഖ് മോനും മിഫ്സല് മോനും നമ്മുടെ വീട്ടിലാണ് കുളിക്കുന്നത്. ഇപ്പൊ ഈ അടുത്ത സമയം തൊട്ട് മസൂർ അപ്പുറത്തായി കുളി. തുണിയൊക്കെ കുറേശ്ശെ ബ്രഷും പേസ്റ്റും വരെ പല്ലിയൊക്കെ ഒരു അപ്പുറത്തായി. മനസ്സിലായില്ലേ? ആ അത്രയും പ്രായമുള്ള ഒരു കുട്ടിക്ക് പോലും മനസ്സിലായി താൻ അവിടെ കുളിക്കുന്ന പോലും സുരക്ഷിതമല്ല എന്ന്. എന്തുകൊണ്ട് എന്നെന്ന് തോന്നുന്നു നജില മനസ്സിലാക്കുന്നില്ല. പിന്നെ ഈ പറയുന്നല്ലോ കള്ളമാണ്. സ്വന്തം മകള് കള്ളിയാണെന്ന് സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറയണം നജില. അതേപോലെ തന്നെ നജില ഒരു കാര്യം ചിന്തിക്കണം. ഇപ്പൊ നജില പറയണ്ടല്ല ഏത് ഈ പറഞ്ഞ 10 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ തലയിൽ എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയാൻ തോന്നുന്നത്? നിനക്ക് തന്നെ തോന്നുന്നുണ്ട് ആ കുട്ടിക്ക് അങ്ങനെ കള്ളം പറയാനുള്ള പ്രായമായിട്ടില്ലെന്ന്. അപ്പൊ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? ആ കുട്ടി മൊബൈലിൽ എന്തൊക്കെയാണ് കാണുന്നതെന്ന് അറിയില്ലെന്ന് പറയുന്നുണ്ട്. സ്വന്തം മകളെ ഈ കൂടെ നിൽക്കുന്നവൻ ഷാൻ എന്ന് പറഞ്ഞ ഭർത്താവ് എങ്ങനെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കാത്ത എന്താണ്? അതൊന്നും മനസ്സിലാക്കാനുള്ള ബോധമില്ല. ഇപ്പോഴും പറയുന്നത് വെച്ചാൽ മകള് കള്ളം പറഞ്ഞാണ്. എന്നാൽ മകളോട് ഇരുത്തി ചോദിക്ക് എന്താണ് ആളിൽ നിന്ന് ഉണ്ടായേക്കണ്, ആളിൽ നിന്ന് എങ്ങനെയുള്ള മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ആളങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാ ചോദിച്ചാ? എവിടെ നിന്ന് ചോദിക്കാൻ? അപ്പോഴും കൂടെ അവൾ ഈ പറഞ്ഞ മസൂറ പറയണ ഇങ്ങനൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവനെ ഒഴിവാക്കേണ്ടി വരൂലേ? അതുകൊണ്ടാണ് സ്വന്തം മകളെ വിശ്വസിക്കുന്നില്ല. 2-3 മാസം മുമ്പ് കെട്ടിക്കേറി കൂടെ കിടക്കുന്നവനെയാണ് വിശ്വസിക്കുന്നത്. അവനാണെങ്കിലോ അവൻ വീണ്ടും വേറെ പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ടെന്ന് പോലും ഈ നജില പറയുന്നു. കാരണം അത്രത്തോളം വിശ്വസിക്കാൻ പറ്റാത്തവനാണ് കൂടെ ഇരിക്കുന്നവൻ. എങ്ങനെ ഇവളെ തന്നെ വിശ്വസിക്കാൻ പറ്റൂലല്ലോ നാട്ടുകാർക്ക്? അവൾ ഓടി വന്ന് ഞാൻ നാവായക്കുള്ള സ്കൂളിൽ പോണ്. ഞാൻ ചോദിച്ചു നീഞ്ഞു വാ, നിന്റെ ഉമ്മ ഞാൻ അങ്ങനെയാണ് ഇവര് പഞ്ചായത്തിൽ പോയി ഉമ്മ ആളിനെ കൊണ്ടുവരുന്നത് പൂട്ടിയിട്ടു എന്ന് പറഞ്ഞു. പക്ഷെ സത്യം പറഞ്ഞ ഫ്രണ്ടിലെ കഥവേ അടച്ചിട്ടുള്ളൂ. ഉമ്മ സത്യാവസ്ഥകൾ അറിയണം. അന്ന് വാപ്പ വാഴക്കുഴിയിൽ കിടന്ന് അടിയുണ്ടാക്കാനായിട്ട് കാരണം അപ്പോഴും വാപ്പ ബഹളം വെച്ച് അകത്ത് കയറി ഉമ്മ പിടിച്ചു പോയി. അപ്പൊ ഞാൻ മസ്റുമോളെ വീണ്ടും വിളിക്കണ്. മസ്റുഞ്ഞപ്പോ അവിടെ എന്തൊരു സംഭവം ഉപ്പച്ചി കിടന്ന് ഇങ്ങനെ ബഹളം വെക്കണത്. അപ്പൊ ഇക്ക കുളിച്ചിട്ട് വന്ന് കയ്യിൽ എവിടെ നിന്ന് മാറി. ഞാൻ വെച്ചാൽ ഇനി കയ്യിൽ മാറണേ കാണാൻ വാപ്പ ഇക്ക കഥ തുറന്നിട്ടേക്കാണ് കണ്ട്. ഇനി മുണ്ടങ്ങാണ് ഇനി അഴിച്ച് കണ്ടിട്ടാണ് ബഹളം വെക്കുന്നത്. വാപ്പ നേർക്ക് നിന്നവിടെ ഇതാവുന്നു ബഹളം വെക്കുന്നത്. മുണ്ടങ്ങാണ് ഇനി വാപ്പയുടെ കയ്യിലൊരു വടിയുണ്ട്. മുണ്ടങ്ങാണ് ഇനി അഴിച്ചത് കണ്ടിട്ട് ഇനി അങ്ങനെ എന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല അപ്പൊ ഉമ്മ കിടന്നങ്ങ് പിടിക്കുന്നു വാപ്പായ. നിങ്ങള് എന്തിനാ സൗണ്ട് കേൾക്കുന്നില്ല, കുറച്ച് ലോങ് ആണ്. അപ്പോഴും വീടും ഈ വഴിയും തമ്മിൽ ലോങ് ആണ്. അപ്പോഴും ഞാൻ മസ്റൂറ ഇനി എന്ത് മസ്റൂറ ഇവിടെ ഉപ്പച്ചി സംസാരിക്കണം അതെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു ഇത്രയും കാര്യം നീ വന്ന് അവിടെ ഇവിടുത്തെ കാര്യം അവിടെയും പറഞ്ഞു, അവിടുത്തെ കാര്യം ഇവിടെയും പറയുമ്പോ നീ എന്താണ് അത് അറിയാത്തത്? ഞാൻ വരട്ടിയോളാ. അപ്പോഴും അവള് പറയുന്നില്ല. അപ്പൊ അവളെ മനസ്സിൽ തോന്നിയ ഒരു ഉപാധിയാണ് ഇനിയിപ്പൊ സ്കൂള് തുറക്കാറായി, അപ്പൊ അവൾക്ക് പഠിക്കണം. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ച് ഷാന്റെ വണ്ടിയിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു കേസ് ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മളെ പ്രശ്നങ്ങളുണ്ടല്ലോ, വെച്ച് കൊടുത്താൽ എനിക്ക് അവിടെ നിന്ന് ടിവിയും കാണാം, മൊബൈലും കാണാം, സ്വാതന്ത്ര്യമായിട്ട് നടക്കാം. ഷാഹിദാമ്മ പഠിപ്പിക്കുകയില്ല, ട്യൂഷന് പോയി എല്ലാവർക്കും ഒപ്പം ഇത്തിരി കാട്ടിക്കൂട്ടി പഠിക്കാം. CBSE ആകുമ്പോ ഇത്തിരി ഇരുന്ന് പഠിക്കണം. ഞാൻ പഠിപ്പിക്കും, 3 മക്കളെയും പഠിപ്പിക്കും കേട്ടോ. പക്ഷെ അവളെത്തി കൂടെ നല്ല രീതിയിൽ പഠിപ്പിക്കും. കാരണം അവളൊരു ഇതിലൊക്കെ ബോധമില്ലേ? ഇപ്പൊ പറയണ് ആള് മുണ്ടൂരെ തുണിയില്ലാണ്ട് നിൽക്കണ വാപ്പ കണ്ടിട്ടായിരിക്കും വാപ്പ തല്ലു പിടിച്ച് ഒച്ച ഉണ്ടാക്കിയെന്ന്. മറ്റൊരാണ് ഡ്രസ്സ് മാറുന്ന സമയത്ത് ആ ഡ്രസ്സ് പെട്ടെന്ന് ഉലിഞ്ഞു പോയി, അല്ലെങ്കിൽ ആ മുണ്ടൊന്ന് ഉലിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു അച്ഛനായാലും ഒരു അമ്മയാണെങ്കിലും അമ്മ എന്നല്ല ഒരു അച്ഛനാണെങ്കിലും ചേട്ടനാണെങ്കിൽ ഒച്ച ഉണ്ടാക്കൂല. ഇപ്പൊ നമ്മുടെ സുഹൃത്താണെന്ന് ചോദിക്കാം, അവൻ കുളിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് മാറുന്ന സമയത്ത് മുണ്ട് താഴോട്ട് കഴിഞ്ഞാൽ നമ്മ അവനെ കളിയാക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു ചമ്മല് തോന്നുള്ളൂ. അല്ലാതെ അതിൽ നമ്മ ഒരിക്കലും ഒരു തിനക്കറി ചീത്ത പറയില്ല. ഈ പറഞ്ഞ ഷാൻ കുളിച്ച് വന്നിട്ട് മുണ്ടു വരുന്ന സമയത്ത് മുണ്ടൂരി പോയിട്ട് ഈ വാപ്പ നല്ല പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ നജില പറഞ്ഞിട്ട് ഉമ്മ അവിടെ വാപ്പാനെ വിളിച്ച് പിടിച്ച് വലിക്കുന്ന സമയത്ത് എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല, ലോങ്ങിലായിരുന്നു. പകരം വാപ്പ ഒച്ചമ്പ ഉണ്ടാക്കണ കേൾക്കുന്നുണ്ട്. മസൂറാനോട് ചോദിച്ചാൽ മസൂറ പറയാണ്ടായപ്പോ മസൂറനോട് ചൂടായി എന്നാണ് പറയുന്നത്. ഇവൻ ഇന്നിട്ട് മോശമായ ഒരു അനുഭവം ആ പെൺകുട്ടിക്ക് ഉണ്ടായി. ആ പെൺകുട്ടി ആ വാപ്പാനോട് പറഞ്ഞിട്ട് ആ വാപ്പ അതിലാണ് ദേഷ്യപ്പെടുന്നത് മനസ്സിലാക്കാനുള്ള ശേഷി പറയുന്നത് നജിലക്ക് ഉണ്ടായില്ലേ? അവിടെ മകളെ വിശ്വസിക്കണല്ല, മകള് കള്ളിയാണല്ല. എന്തിനി കള്ളം പറയുന്നതിന് കാരണമാണ് ഏറ്റവും രസം. TV കാണാനും മൊബൈൽ കാണാനും വേണ്ടിയാണ് ആ മകൾ ഇങ്ങനെയുള്ള കള്ളങ്ങൾ പറഞ്ഞതെന്നാണ് ഈ പറഞ്ഞ നജില പറഞ്ഞു വെക്കണത്, പ്രസ്താവിക്കാൻ ശ്രമിക്കുന്നതാണ്. ബാക്കിയൊക്കെ ഏകദേശം എല്ലാം കൊണ്ടുപോയി കുളിയും വരെ അവിടെ. അപ്പൊ ഒരു കൊച്ചെന്തായാലും കള്ളം പറയൂലല്ലോ. ഉമ്മയും ഉപ്പയും വിശ്വസിച്ചു, എന്റെ ഉമ്മയും വാപ്പയും. അപ്പൊ ഇതാണ് സത്യാവസ്ഥ. അതില് ഷാൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഇനിയിപ്പൊ ഷാനെ അടിച്ചോ പിടിച്ചോ കഴുത്തിന് പിടിച്ചോ, ഇതൊക്കെ ഇവള് കള്ളം പറഞ്ഞതാണ്. എന്റെ വല്ലാഹി സത്യം, എന്റെ പൊന്ന് എന്റെ വയറ്റിൽ കിടക്കണ കുഞ്ഞാണ് സത്യം. കാരണം എന്റെ വയറ്റിലാണ് ഇവരെല്ലാം കുരുത്തത്. എന്റെ മോള് കള്ളം പറഞ്ഞതാണ്. ഞാൻ ഒരു ഉമ്മ എന്ന നിലയ്ക്ക് ഞാൻ അവളെ പഠിപ്പിച്ചത് കള്ളം പറയരുത് എന്നാണ്. പക്ഷെ അവൾ ഇത് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉറപ്പായും കള്ളം പറഞ്ഞു. കാരണം ഈ ഒരു കള്ളം ഷാൻ ഒരിക്കലും അങ്ങനെ ഒരു തൊടേണ്ട കാര്യമില്ല. എന്നാ വട്ടക്കൈതയിൽ വെച്ച് അവളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും വരണതും ഒക്കെ
ഇതാണ്. ഒരിക്കൽ അവള് ഇങ്ങനെ പറഞ്ഞു, എന്താണ് ബാപ്പച്ചിക്ക് ഉമ്മച്ചിയാണ് അല്ലേ, ഇഷ്ടം കൂടുതലാണ്. അപ്പം അമ്മള് പറയുകയും ചെയ്ത്, മക്കളെ നിങ്ങളൂടെ ഉള്ള സ്നേഹമല്ല നമ്മള് മക്കളൂടെ ഉള്ളതല്ല ഉമ്മാരൂടെ, അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇതാക്കി. എന്നാലും അവക്കാണ് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുത്ത, അവക്കാണ് നമ്മൾ സ്നേഹം കൊടുത്തത്, കരുതൽ കൊടുത്തത്. പക്ഷേ എന്തോ ഭയങ്കര അങ്ങ് സങ്കടമായി പോയേട്ടാ, എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ വാപ്പാരുടെ അടുത്തും ഉമ്മാരുടെ അടുത്തും ഇത്രേ പറയുന്നുള്ളൂ. അന്ന് അവിടെ വന്ന് എന്ത് പറഞ്ഞാലും അന്ന് അവിടെ ബുക്ക് എടുക്കാനും അല്ല വന്നത്, ഞാൻ വിളിച്ചിട്ടാണ് അവള് വന്നത്. അവിടെ ഒരു ബുക്കും അവളെ കയ്യിലില്ല, അവൾ ഓടി അങ്ങ് പോവുകയും ചെയ്ത്, കുളിച്ചിട്ട് നിൽക്കായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് അവളെ വിളിച്ച് എന്താ അവിടെ വാപ്പ ഇങ്ങനെ നടന്നത്, അല്ലെങ്കിൽ വാപ്പാക്ക് ഒന്ന് ചോദിക്കാൻ നെജില എന്താണ് അവിടെ സംഭവം നടന്നതെന്ന്. ഇന്നാണ് സത്യാവസ്ഥകൾ ഞാൻ അറിയുന്നത്. സത്യാവസ്ഥകൾ അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്തു അതാണ് ചോദിക്കണത്. ഇന്ന് ആ സത്യാവസ്ഥ അറിഞ്ഞിട്ട് ഭർത്താവിനോട് ചോദിച്ചാ, അല്ലെങ്കിൽ മകളത് പിടിച്ചിർത്തി ചോദിച്ചാ ഇങ്ങനെ ചെയ്തായില്ലെന്നുള്ളത്. ആ മകൾ അന്ന് ആ വീട്ടിൽ കയറി വന്ന് അപ്പം തന്നെ ഒരു 10 മിനിറ്റ് പോലും നിൽക്കാതെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത്രയും മോശം അനുഭവം ഉണ്ടായതുകൊണ്ടായിരിക്കണ്ടേ. വാപ്പ അവിടെ ഒച്ചയും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ വാപ്പാനോട് ചോദിച്ചാൽ വാപ്പ എന്തിനാണ് ഒച്ച ഉണ്ടാക്കി, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാ, അല്ല അതിനെക്കുറിച്ച് ചോദിച്ചതിനെ കുറിച്ച് പറഞ്ഞാ. എനിക്ക് നിന്റേതായ ഒരു ചിന്താഗതി ഉണ്ട്. അവള് കുറ്റം പറഞ്ഞു, അവൾ കള്ളം പറഞ്ഞു, ചിലപ്പോൾ അറിയാം അവള് കള്ളം പറഞ്ഞായിരിക്കും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും എന്നറിഞ്ഞാൽ പോലും പറയാത്ത എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ട് പറയുന്നില്ല? അതിനുള്ള കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടെ ഉള്ളവനെ ചവിട്ടി പുറത്താക്കേണ്ടി വരും, അവനെതിരെ കേസ് വരും. സാധാ കേസല്ല, പോക്സോ കേസ്, മനസ്സിലായില്ലേ? അവനെ വെളുപ്പിക്കണം, അല്ലെങ്കിൽ അവനെ കൂടെ നിർത്തണം. അതിന് സ്വന്തം മകളെ കളഞ്ഞാലും കുഴപ്പമില്ല. എന്നിട്ട് സമൂഹത്തിൽ കൊടുക്കുന്ന മെസ്സേജ് അതിനേക്കാളും വലിയ രസകരമായ മെസ്സേജ്. എന്തായാലും നമ്മുടെ നെജില കൊള്ളാം, കേക്ക് ലിങ്കുകൾ അയച്ചു തന്ന്. ഇന്ന് കിടന്ന സമയത്ത് ഞാനിങ്ങനെ വിവാദങ്ങളുള്ളത് കൊണ്ട് ഞാൻ വീഡിയോ കാണാറില്ലായിരുന്നു. അല്ലാ, മക്കളെ പഠിപ്പിക്കാൻ പോകാം രക്ഷകർത്താക്കളുടെ അടുത്ത്, പ്രത്യേകിച്ചും വാപ്പ പിണങ്ങിപ്പോയതോ പെൺകുട്ടികൾ വളർത്തുന്ന രക്ഷകർത്താക്കളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഒന്നീ അവരെ സുഖം നമ്മൾ നോക്കരുത്. നമ്മൾ എത്തിങ്ങാനയിൽ കൊണ്ടുവന്ന് കഴിവേം കുളിക്കാറെ ആവുമ്പോൾ ഒന്നീ ബോർഡിങ്ങിലാക്കുക, അല്ലെങ്കിൽ അവരെ മാമച്ചിമാരെ കയ്യിലോ അധികാരികപ്പെട്ട കയ്യിലോ ശാസന കിട്ടി വളരുക. അവൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്ന്. ഇതിനകത്ത് ഷാനും ഞാനും നിരപരാധിയാണ്. അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനേ അടിച്ചിട്ടുള്ളൂ, എവിടെയെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനേ അടിച്ചിട്ടുള്ളൂ അവളെ. അതിനു മുമ്പ് യൂട്യൂബിലെ 2 പേര് കരിക്കൾ നീക്കി തുടങ്ങി. അതിന്റെ ഇടനില റഹീമിനെ നിർത്തി സംസാരിച്ചു. ഇതെല്ലാ കല്ലും നെല്ലുകളും എനിക്ക് തിരിക്കാൻ താമസിച്ചു പോയി. പക്ഷെ ഇപ്പോഴും ലോകത്തോട് ഞാൻ വിളിച്ചു പറയണം, ഞാൻ മരിച്ചു പോയാലും ഷാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. കാരണം ഷാന്റെ കൂടെ മസ്റൂറ മോളുടെ ബെഡിലിരിക്കുകയാണ്, ഷാൻ കിടക്കുകയാണ്. കാരണം ഈ മദ്യപാനത്തിന്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് അവർക്ക് ഒരുപാട് ശരീരത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതാണ്. അപ്പൊ എന്റെ മകള് ചെന്ന് അപ്പുറത്ത് പറഞ്ഞിട്ട് ഞാൻ അപ്പോഴും വിളിക്കുന്നുണ്ട്, വാ മോളെ ഇങ്ങ്, ഇതെല്ലാവരും ഈ വീഡിയോ കാണണം. കാരണം ഞാൻ മരിച്ചു പോയാലും, ഈ പ്രസവത്തിൽ മരിച്ചു, ഈ കൊച്ചുങ്ങൾക്ക്, ഈ 2 ആൺകൊച്ചുങ്ങൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കണം. ഈ കൊച്ചുങ്ങൾ ഞാൻ കാക്കയ്ക്ക് നിങ്ങൾക്കറിയാം വീഡിയോസിൽ പിച്ച വെച്ച് തുടങ്ങിയ സമയം തൊട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും സ്റ്റാർട്ട് ചെയ്യും. ആദ്യമേ എനിക്ക് ഇൻസ്റ്റാഗ്രാമാണെന്നുള്ളത്, പിന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനലിലോട്ട് വരുമാനത്തിന് വേണ്ടി. എനിക്ക് യൂട്യൂബിൽ വരുമാനം ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. അല്ലാ, ആർക്കും ഇതേപോലത്തെ അവസ്ഥ വരാതിരിക്കട്ടെ. ഞാൻ ഇനിയിപ്പം എന്തിനാണ് അവള് പറഞ്ഞെന്തരെന്ന് അറിയുമ്പോ, ഉമ്മച്ചിയെ കാണണ്ട, ഉമ്മച്ചിയെ എടുക്കണ്ട, ഒരു മുത്തം താടി തരൂല. എങ്ങനെ തരാനാണ്? സ്വന്തം മകളെ വിശ്വസിക്കുന്നില്ല, സ്വന്തം മകളെ കൂടെ നിർത്തുന്നില്ല. ഇപ്പൊ തന്നെ പറഞ്ഞെന്താണ്, ഇങ്ങനെ ഭർത്താവ് മരിച്ച് മകൾ മാത്രമാണെങ്കിൽ ആ മകളുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കാൻ പാടില്ലെന്നാണ് ഇപ്പൊ ഈ പറയുന്നത് നെജില പറഞ്ഞു വെക്കണത്. അതാണ് സമൂഹത്തിന് നെജില കൊടുക്കുന്ന മെസ്സേജ്. ഈ കൂടെ ഉള്ളവന്റെ നിന്നിട്ട് മകൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഉപദ്രവങ്ങളെ കുറിച്ച്, ലൈംഗികമായ പ്രവൃത്തിയെ കുറിച്ച്, മകൾക്ക് അവിടെ സുരക്ഷിതമായിട്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മകൾ അപ്പുറം പോയെന്നുള്ള തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇത്ര നാളും കൂടെ നിന്ന്, ഇത്ര നാളും നീ പെറ്റുപോറ്റി ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട്, ആ കുട്ടികളെ കാണിച്ചിട്ട് ജനങ്ങളിൽ നിന്ന് സഹായങ്ങളൊക്കെ മേടിച്ചിട്ട്, ആ കുട്ടിയെ കണ്ടിട്ട് ജനങ്ങളൊക്കെ സഹായിച്ചിട്ട് ഇത്രത്തോളം മുന്നോട്ട് പോയിട്ട് ഇന്നിപ്പോൾ ഒരുത്തനെ കിട്ടി. ആ ഒരുത്തനെ കുറിച്ച് ഈ പറയുന്ന പെൺകുട്ടി കുറ്റങ്ങൾ പറയുമ്പോൾ, അവൾക്ക് TV മൊബൈലും കാണാൻ വേണ്ടിയാണ് ആ കുട്ടി അങ്ങനെ പറയണമെന്ന് ചിന്തിക്കുന്ന നിന്റെ ബുദ്ധി അവിടെ പോയെന്നാണ് ചോദ്യം. പിന്നെ ഈ പറഞ്ഞ ബീൻ ഫാമിലിയെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞിരുന്നത്, ഈ പറയുന്ന ലേഡി മുസ്ലിം മതത്തിലേക്ക് ഒന്നാണ്, മറ്റൊരു മതത്തിലുണ്ടായത് മുസ്ലിം മതത്തിലേക്ക് ഒന്നാണ്. അവർ ഈ മതത്തെ വിശ്വസിച്ച് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ നെജില തന്നെ ഞാൻ പറയട്ടെ, നെജില ഇപ്പോൾ വലിയ ഡയലോഗ് അടിക്കണം. നെജില പല സമയത്തും വീഡിയോ ചെയ്തിരുന്നു, തട്ടൊക്കെ ഇട്ടിട്ട് വല്ലാഹി അല്ലാഹി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഒരിടെ നെജില വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ തട്ടമടക്കം മാറ്റിയിട്ടുള്ള വീഡിയോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ മതത്തിൽ നിന്ന് വന്ന ഈ ലേഡി കൃത്യമായിട്ട് മതത്തെ മുന്നോട്ട് തന്നെയല്ല കൊണ്ടുപോകണത്. ഭർത്താവിനെ നോക്കണ്ട്, മക്കളെ നോക്കണ്ട്. ആ ലേഡിയുടെ ഒരു 18 വയസ്സ് പോലെ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള അപവാദങ്ങൾ ഇറക്കിയില്ലേ, അത് അവർ പറഞ്ഞു, ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അതിനെ കുറിച്ച് വരെ നിങ്ങൾ പറഞ്ഞില്ലേ. ഒരു പെൺകുട്ടിയുള്ള ഒരു ഉമ്മ, പെൺകുട്ടി വളർന്നു വരണുള്ളൂ, ആ ഉമ്മ മറ്റൊരു പെൺകുട്ടിയുള്ള ഒരു സ്ത്രീയെ നിങ്ങൾ മോശം പറ. അവര് നിങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ അവരെ കുറിച്ച് പറ, അല്ലാതെ അവരെ കുടുംബത്തിൽ കിടക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയല്ലേ. ആ പെൺകുട്ടിയെ കുറിച്ച് വേറെ ആരെങ്കിലും അവരോ ആയിട്ടോ വേറെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ആ പെൺകുട്ടിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന്.
പക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ള പെൺകുട്ടി നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ മോശമായ അനുഭവം ഉണ്ടായെന്ന് കംപ്ലൈന്റ് അടക്കം ചെയ്തിട്ടുണ്ട്. നിങ്ങളെ വീട്ടിലുള്ളവരാണ് വിളിച്ച് പറഞ്ഞേക്കണത്. എന്നിട്ട് വേറൊരു സ്ത്രീയെ വായടപ്പിക്കാൻ വേണ്ടി ആ സ്ത്രീയുടെ മകളെ മോശക്കാരിയാക്കാം, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ മകളെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ സോഷ്യൽ മീഡിയക്ക് ഷെയർ ചെയ്യാം. നാണമില്ല നിങ്ങൾക്ക്? ഇനി ഇതിനെ ചുക്കാൻ പിടിച്ചിട്ട് ആ ഫാമിലിയിലുള്ള ആ സ്ത്രീയുടെ കമന്റ് ബോക്സിലൊക്കെ പോയിട്ട് മോശമായിട്ടുള്ള കമന്റുകൾ എഴുതുന്നതും അതേപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടെന്ന് പറഞ്ഞ് സഹതപിക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്നത്, സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാം. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അവരുടെ സ്വഭാവം കൂടി ഒന്ന് നോക്കാം. സ്വന്തം മകൾക്ക് ഇപ്പൊ 4ാമത് കല്യാണം കഴിച്ച് സ്ത്രീകളെ വെറും ശരീരത്തിന് മാത്രം ആണെന്ന് ചിന്തിക്കുന്ന ഒരുത്തന്റെ കൂടെ നിന്നിട്ട് അവൻ ആ പെൺകുട്ടിയോട് മോശം ചെയ്തെന്നുള്ള ആ പെൺകുട്ടി പോലും കംപ്ലൈന്റ് പറഞ്ഞിട്ട് 10 വയസ്സ് മാത്രമായ പ്രായമുള്ള ഒരു പെൺകുട്ടി അവൻ അങ്ങനെയാണ് ചെയ്ത്, അങ്ങനത്തെ പ്രവൃത്തി അവൻ്റെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അത് മനസ്സിലാക്കാതെ ആ പെൺകുട്ടിയെ, ആ കുട്ടിയെ, ആ ചെറുതിനെ തള്ളി പറഞ്ഞ ഈ ഉമ്മാനെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.